ഹായ്, എല്ലാവർക്കും ഫുഡ് സ്പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് ഐറ്റമാണ്. ബീഫ് വെച്ചിട്ടൊരു അച്ചാർ, വളരെ ടേസ്റ്റി ആയിട്ടൊരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ അമർത്തുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഉണ്ടാക്കാനെ കൊണ്ട് നമ്മളിപ്പം ബീഫ് എടുത്തേക്കാണ്. ബീഫ് ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി കുറച്ചിട്ട് ഈ ബീഫ് കുറച്ച് നേരം വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് മൊത്തം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ബീഫ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. അതിനുശേഷം കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഇളക്കണം, നമ്മുടെ എല്ലാ കഷ്ണങ്ങളിലും പറ്റണം. അപ്പോൾ നമ്മളിപ്പം നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 മണിക്കൂറത്തേക്ക് ഇതൊന്ന് വെച്ചേക്കണം. അതിനുശേഷം നമുക്കിത് വറുത്ത് പോരണം. അപ്പോൾ നമ്മുടെ ബീഫ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് നല്ലോണം വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായി, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സൺഫ്ലവർ ആണ്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചിടണം, ദേഹത്ത് തെറിക്കരുത്. കുറേശ്ശെ വറുത്ത് കോരി എടുത്താൽ മതി നമുക്ക്. അപ്പം നമ്മൾ അടുക്കി പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിയേക്കാം. ശ്രദ്ധിച്ച് കോരിയാൽ മതി, കുറേശ്ശെ കോരി എടുത്താൽ മതി, ദേഹത്ത് വീഴരുത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെറ്റും കൂടി വറുത്ത് പോരാം. അപ്പോൾ നമുക്ക് ഫൈനലും കൂടി ഇട്ടേക്കാം. നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ ചട്ടി വെച്ച് കൊടുക്കുക. ആദ്യമേ ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ബീഫ് വറുത്ത കുറച്ച് മുന്നത്തെ ആ എണ്ണയുടെ കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ മതി. അപ്പോൾ ഉലുവ മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 വെളുത്തുള്ളി അല്ലിയാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നീളത്തിൽ കീറിയതാണ്. ഒരു 10 പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, നീളത്തിൽ കീറിയത്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, കരിച്ച് കളയരുത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കറിവേപ്പില കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അല്ല ഇതെല്ലാം കരിഞ്ഞു പോവും. കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഞാൻ വലിയ സ്പൂൺ എടുത്തതേ ഉള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കണം. നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലേ ചെയ്യാവൂ, അല്ലേ കരിഞ്ഞു പോവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി നല്ല സ്പൈസി ആയിട്ട് കിട്ടാനെ കൊണ്ട്. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് പുളിവെള്ളം, നല്ല പുളി എടുത്തിട്ട് നല്ലോണം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പിഴിഞ്ഞെടുത്തതാണ് പുളിവെള്ളം. അതൊരു ബോളിൻ്റെ പാതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം, അടി കൂട്ടി ഒന്ന് ഇളക്കണം. ഇപ്പോൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചവെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതിയേ. നമ്മളിപ്പോൾ 1/2 കിലോ ബീഫല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയാണ് നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ
ഇൻഗ്രീഡിയൻറ്റ്. കായപ്പൊടി ഇട്ടിട്ട് അടിപൊളിയായിട്ടൊന്ന് അടി കൂട്ടി ഇളക്കണം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അച്ചാറിൻ്റെ ആ അരപ്പ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വറുത്ത് കോരി വെച്ചേക്കുന്ന ബീഫാണ്. ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇളക്കി അങ്ങ് എടുക്കണം. ബീഫ് ഇട്ടിട്ട് അടിപൊളിയായിട്ട് അടി കൂട്ടി അങ്ങോട്ട് ഇളക്കണം. കണ്ടോ, അടിപൊളിയായിട്ട് ഇളക്കണം. നമ്മുടെ ബീഫും നമ്മുടെ ഗ്രേവിയും കൂടി നല്ലോണം ചേരണം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ നല്ല അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്, കിടുക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലോണം വാങ്ങി നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് അച്ചാർ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി, നല്ല സ്പൈസി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല എരിയും ആ മസാലയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂട്ടത്തിൽ നമ്മുടെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എന്നാലേ നമ്മുടെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.